ഹലോ ഫ്രണ്ട്സ്, കുറെ ആയില്ലേ ഒരു ഓൺ വോയിസ് വീഡിയോയിലൊക്കെ വന്ന്. ഇന്നിപ്പോൾ ഞാനൊരു ഈറ്റിംഗ് വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അത് പറഞ്ഞതിന് മുന്നേ എനിക്ക് കുറെ കമന്റ്സ് വരുന്നുണ്ട്. ഞാൻ എന്ത് പറ്റി വീഡിയോസ് ഒന്നും ചെയ്യാത്ത, ഇപ്പോൾ ആക്റ്റീവ് അല്ലല്ലോ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരു റിപ്ലൈ ആണ്. വേറെ ഒന്നുമല്ല, ഇതെന്റെ നാത്തൂനാണ്. ആൾക്ക് ചെറിയൊരു സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. കാലിന് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. ഡെലിവറിക്ക് ശേഷം ഉണ്ടായ പെയിനാണ്. അത് കഴിഞ്ഞ് സർജറി ഒക്കെ ചെയ്ത് ഇപ്പം റെസ്റ്റിലാണ്. ഇനിയും ഉണ്ട്, ഒരാഴ്ച കഴിയുമ്പം ചെക്കപ്പ് കഴിഞ്ഞിട്ട് അറിയാം ഇനി എന്താണെന്നുള്ളത്. ഫർദർ കാര്യങ്ങളൊക്കെ പിന്നെ അറിയാം. ഇപ്പൊ നിലവിൽ ഞങ്ങൾ റെസ്റ്റിലാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് 2 ദിവസം മുന്നേ ചേമ്പൊക്കെ അത്യാവശ്യം വിളവെടുക്കാൻ പാകമായിട്ട് ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് ചേമ്പ് പറിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ 100-ൽ 75% പന്നി കൊണ്ടുപോയി. പിന്നെ ബാക്കി നമുക്ക് വേണ്ടി നിർത്തിയത് ഒരു 10-15 കിലോ അടുത്തുണ്ടായിരുന്നു. അതിൽ വലിയ പീസിനെ നോക്കി ഞങ്ങൾ മാറ്റി വെച്ചു. കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്, അവർക്കൊക്കെ കൊടുത്തു. ചെറിയ പീസിനെ നോക്കി ഞങ്ങൾ പുഴുങ്ങിയെടുത്തു. ഇപ്പം ഞങ്ങൾ വീട്ടിലിങ്ങനെ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അങ്ങനെ തോന്നിയത്. ലഞ്ചിന് പകരം ഞങ്ങൾ ഇന്ന് ഇതാണ് കഴിക്കുന്നത്. ഇത് ചേമ്പുണ്ട്, പിന്നെ മുളക് ഉടച്ചതുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ നാരങ്ങാച്ചാറുണ്ട്. നാരങ്ങാച്ചാർ അമ്മ തീർത്തു. അമ്മ ഇവിടെ നിന്ന് ഞാൻ ഇൻട്രോ എടുക്കുന്നതിന് മുന്നേ അമ്മ അവിടെ കഴിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പം എങ്ങനെ തുടങ്ങാം? അപ്പൊ നമുക്ക് കഴിക്കാം. ഇതെന്തിനാ വൃത്തിയാക്കിയത്? ഇത് അമ്മയുടെ സൗണ്ട് എന്ത് പറ്റി? അമ്മയുടെ സൗണ്ട് ഒക്കെ പോയിരിക്കും ഗൈസ്. എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു. ഹോസ്പിറ്റൽ കേസ് തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും പനിയാണ്. ഇതിനെ എളുപ്പം കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിനെ വൃത്തിയാക്കി എടുത്തത്. അല്ലെങ്കിൽ ഇത് പറിക്കുന്ന വഴിയെ കഴുകി നല്ലപോലെ മണ്ണൊക്കെ കളഞ്ഞ് പുഴുങ്ങിയെടുക്കുന്നതാണ് നല്ലത്. പക്ഷെ എളുപ്പം പെട്ടെന്ന് കഴിക്കാൻ, അവർക്കൊക്കെ പെട്ടെന്ന് കഴിക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ഞങ്ങൾ എടുത്തത് കേട്ടോ. കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? അപ്പൊ ശരി ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ മെയിനായിട്ട് ഇന്നത്തെ ഈ വീഡിയോ കഴിക്കുന്ന വീഡിയോ കൊണ്ട് വന്നതല്ല. എന്ത് പറ്റി, എന്താണ് കാരണങ്ങൾ എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ കുഞ്ഞു ബഹളമാണ് ഗൈസ്. ആരും തെറ്റിദ്ധരിക്കണ്ട, ഇത് വേറൊന്നുമല്ല, ഇത് കഞ്ഞിവെള്ളമാണ്. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.